അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോ ഇടുന്നത് വളരെ വിഷമത്തിലാണ് കേട്ടോ. നമ്മളെ കാശ്മീരിൽ സംഭവിച്ചത് ന്യൂസൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ. അത് വന്നിട്ട് ഒരു കല്യാണം കഴിച്ച ഒരാഴ്ച പോലും എന്തിനു പറയുന്ന കയ്യിൽ മൈലാഞ്ചി മാഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരാഴ്ച കൊണ്ട്. അപ്പോഴേക്കും ഭർത്താവ് വെടിയേറ്റ് മരിച്ച് ഭാര്യേൻ്റെ മുന്നിൽ വെച്ച്. അപ്പോൾ ഇന്നലെയൊക്കെ കുറേ ന്യൂസിൽ അത് തന്നെയല്ലേ കാണിക്കുന്നത്. ഇപ്പോൾ ന്യൂസിലിങ്ങനെ കാണുക. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, ഒരു മുസ്ലിം ആയതിന് നമ്മൾക്കൊരു മുസ്ലിമാണല്ലോ, അപ്പോൾ അവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടി അത് ആ ഒരു പേരിനൊരിട വരികയാണ്. കാരണം ഭയങ്കര വിഷമമാണ്. ന്യൂസ് ഇങ്ങനെ വൈകുന്നേരവും ഞാൻ രാത്രിയൊക്കെ ഒരുപാട് സമയം പല ന്യൂസ് ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ മുഴുവൻ ഇരുന്ന് കാണുകയാണ്. ന്യൂസ് ഭയങ്കരമായിട്ട് കാണുകയാണ്. അപ്പോൾ പിന്നെ വിചാരിക്കാം, മുസ്ലിംസിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഓരോന്ന്. അപ്പോൾ ഈ പാകിസ്ഥാനിലുള്ള ആ ഒരു വീഡിയോ ഞാൻ കണ്ടു. അവരിങ്ങനെ എന്തോ പത്രസമ്മേളനം അങ്ങനത്തെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ട്. അതൊരു ന്യൂസ് ചാനൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താ പറയുന്നത്, ഈ ഹൈന്ദവ ആളുകളെ ഇല്ലാതാക്കിയാൽ നമുക്ക് പടച്ചോൻ ഭാഗത്തുനിന്ന് കൂലിയുണ്ട്, പടച്ചോൻ ഭാഗത്ത് സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയാം, മക്കളെ, ഞാനൊരു മുസ്ലിമാണ്. ഞാൻ ഈ ഇസ്ലാം മതം പഠിച്ച് ഖുർആനും എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പ്രാന്തം. എൻ്റെ ചെറുപ്പകാലത്ത് മദ്രസയിലും പോയി അതൊക്കെ നിസ്കാരം പഠിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു ഖുർആനിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ഹൈന്ദവ ആൾക്കാരെ കൊന്നൊടുക്കണമെന്നൊന്നും ഒരു ഖുർആനിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതൊരു മനുഷ്യനെയും ചേർത്ത് നിർത്താനാണ് നമ്മൾ റസൂൽ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആണുങ്ങളോട് ആവശ്യപ്പെടുക. എന്നിട്ട് എന്താ പറയുന്ന, ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഷഹാദത്ത് കലിമ അറിയില്ലല്ലോ. അപ്പോൾ അവരത് ചൊല്ലിയില്ലെങ്കിൽ ഉടൻ വെടിവെച്ച് കൊല്ലുക. എന്താ ഇങ്ങനെയൊക്കെ റബ്ബേ, ചിന്തിക്കും ഭയങ്കര വിഷമമായി പോകുന്നു. ചെറിയ ആ ഒരു ജനങ്ങളെ കരച്ചിലൊക്കെ കാണുമ്പോഴേ ഭയങ്കരമായിട്ട് വിഷമമായി പോകുന്നു. ഇന്നലെ ആ ഒരു ഭർത്താവിൻ്റെ ശവശരീരം കൊണ്ടുവരുന്നതും ഭാര്യ ജയ്ഹിന്ദ് വിളിക്കുന്നതൊക്കെ കണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥ. ഒരു ഭാര്യ എന്നാലും മനോധൈര്യം കുറച്ചെങ്കിലും ഉള്ളത് കൊണ്ടാണ് ഒരു ഭാര്യയ്ക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. വേറെ ഉള്ളവരെ തളർന്നു പോകുന്ന ഒരാളാണെങ്കിൽ അപ്പോഴന്നെ തളർന്ന് വീണ് പോയിട്ട് ബോധമില്ലാതായിട്ടുണ്ടാവും. ആ ഒരവസ്ഥ കണ്ടിട്ട് എന്തായാലും എല്ലാ മുസ്ലിങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതെത്തിയിരിക്കുന്നത്. എൻ്റെ ടെൻഷൻ കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ടെൻഷൻ കൊണ്ട്. മുസ്ലിംസിനും കൂടിയാണല്ലോ ഇങ്ങനൊരു പേര് വരുന്നതെന്ന് ഓർത്തിട്ട്. എന്നാൽ അവരങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടി അങ്ങനൊരു പേര് വരികയാണ്. അതായത് നമ്മളെയും കൂടി ഇവർക്ക് കണ്ടുകൂടാതെ അവരെ ആവുകയാണ്, തമ്മിലടുപ്പിക്കുന്ന ഒരവസ്ഥ. പടച്ചോൻ കാക്കട്ടെ. നമുക്കിപ്പോൾ ഇത്രയും ദൂരം നിന്ന് നമുക്കിങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹിനോട് ദുആ ചെയ്യാനല്ലാതെ വേറെ ഒന്നിനും നമുക്ക് കഴിയില്ല.